നമസ്കാരം. പ്രധാന വാർത്തകൾ. സൈലന്റ് വാലിയിൽ പെയ്ത കനത്ത മഴ. കുന്തിപ്പുഴ ഗതിമാറിയൊഴുകി മണ്ണാർക്കാട് കുമരമ്പത്തൂർ തരിശ് ഭാഗത്ത് വെള്ളം കയറി. കന്മതപ്പാറയിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. ഇവിടെ പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതിൽ പ്രതിഷേധം. സംശയരോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. മലപ്പുറത്ത് വനിതാ കമ്മീഷൻ അദാലത്തിന് മുന്നിലെത്തിയത് അധ്യാപികമാരെ അന്യായമായി പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള പരാതികൾ. 11 പരാതികൾ തീർപ്പാക്കി. കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ. ലഹരിക്കടത്തു സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശിക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നും ആവശ്യം. ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിങ്ങിന്റെ സംസ്ഥാന ക്യാമ്പയിന് പെരിന്തൽമണ്ണയിൽ തുടക്കം. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച. വ്യാപാരികൾ പ്രതിഷേധ ധർണ നടത്തി. ടൗണിൽ നേരിടുന്നത് വലിയ ദുരിതമെന്ന് വ്യാപാരികൾ. നവീകരണം നടക്കുന്നതിനാൽ കുടിയടക്കേണ്ടത് KRFB എന്ന് നഗരസഭ. കുന്തിപ്പുഴയ്ക്ക് കുറുകെ പോത്തോഴിയിൽ പാലം വേണമെന്ന ആവശ്യവുമായി NCP. ഇത് മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുമെന്നും ആവശ്യവുമായി പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കുമെന്നും നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. സൈലന്റ് വാലിയിൽ കനത്ത മഴ. കുന്തിപ്പുഴ ഗതിമാറി ഒഴുകി. മണ്ണാർക്കാട് കുമരമ്പത്തൂരിലെ തരിശ് നിവാസികൾ ഭീതിയിൽ. കാരാപ്പാടത്തും തരിശിലും വ്യാപക കൃഷിനാശം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങളൊരു 10-16 വീട്ടുകാരുണ്ട് തരിശിൽ. ആ വീട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് വല്ല താലൂക്ക് ഓഫീസിലോ വല്ല എവിടെയെങ്കിലും ഓഫീസിൻ്റെ മുമ്പിൽ പോയിട്ട് അഭയം പ്രാപിക്കുകയല്ല. ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെ വൻ ശബ്ദത്തോടെയാണ് തരിശിൽ പുഴ ഗതിമാറി ഒഴുകിയത്. വീടുകൾക്കു സമീപം വരെ വെള്ളമെത്തിയപ്പോഴാണ് പലരും അറിഞ്ഞത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഏറെ നേരമെടുത്തു. ഉറങ്ങുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുമായി രാത്രി എന്തു ചെയ്യുമെന്ന് അറിയാതെ പകച്ചുപോയി. വെള്ളം കൂടുകയാണെങ്കിൽ ജീവൻ കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലായിരുന്നു എല്ലാവരും. ഭാഗ്യം കൊണ്ട് വെള്ളം താഴ്ന്നു. വർഷങ്ങളായി ആവർത്തിക്കുന്നതാണ് ഈ ദുരിതം. പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. പണം അനുവദിച്ചെന്ന് MLA N ഷംസുദ്ദീൻ അറിയിച്ചെങ്കിലും ഒന്നും നടന്നില്ല. പുഴയുടെ മറുകരയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിനാൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് തരിശിലേക്കാണ്. അടിയന്തരമായി ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പഞ്ചായത്ത് അംഗം D വിജയലക്ഷ്മി പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എന്താ എങ്ങനെയാ പറയേണ്ടെന്ന് പോലും അറിയുന്നില്ല. അതേ അവസ്ഥയാണിപ്പോൾ. എത്ര ഏക്കർ 1800 എത്ര വാഴയാണ് നിങ്ങൾ 1800 വാഴ വെച്ചതിൽ 10-400 വാഴ ഇപ്പോൾ പോയി കഴിഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വെള്ളമരമാണ് ഇപ്രാവശ്യം വന്നത്. മഴ തുടങ്ങിയിട്ടില്ല. മഴയുടെ ആരംഭമാണ്. ആരംഭ സമയത്ത് തന്നെ ഇങ്ങനെ വരുമ്പോൾ ഇനി മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ പ്രദേശം തന്നെ വാഴ മാത്രമല്ല ഈ ഭൂമി തന്നെ ഇവിടെ കാണുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരു തരത്തിലും മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. മൃഗങ്ങളുടെ ശല്യം അങ്ങനെ, പുഴയുടെ വെള്ളം കയറിയത് ഇങ്ങനെ. എങ്ങനെ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ ജീവിക്കും? അതേ ഒരു അവസ്ഥയാണ്. അവർക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അവർക്ക് കുറച്ച് നഷ്ടം വന്നു. അവർ ഇൻഷുർ ചെയ്ത വാഴയായിരുന്നു. അതിന് ഇൻഷുറൻസൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കാരണം അവർ ഏത് രീതിയിലാണ് ഇനി കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഒരു തരത്തിലും അവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരു 100-150 ലോഡ് മണലെങ്കിലും ഇവിടെ വന്ന് മൂടിയിട്ടുണ്ട്. ആകെ മണൽ വന്ന് മൂടിപ്പോയി ഈ സ്ഥലം. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ മണൽ നീക്കാതെ ഈ പ്രദേശത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പാവപ്പെട്ട ജനങ്ങൾ ആ മണൽ വിറ്റ് പൈസയാക്കട്ടെ. അതിനും ഗവൺമെൻറ് സമ്മതിക്കുമോ? അതും സമ്മതിക്കത്തില്ലല്ലോ. അവർക്കെന്നാൽ ആ മണൽ വിറ്റാലെങ്കിലും അവർക്ക് ഈ മുടക്കിയ പൈസ അതിൽ നിന്ന് കിട്ടും. അതിനെങ്കിലും ഗവൺമെൻറ് അനുവാദം കൊടുത്താൽ അവരതെങ്കിലും ചെയ്തേനെ. എങ്ങനെയാണ് മനുഷ്യന് ജീവിക്കേണ്ടതെന്നുള്ള ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെ ഇനി ഇവിടെ ഈ മലയോര പ്രദേശത്ത് ജീവിക്കണം എന്നുള്ളൊരു വഴി പറഞ്ഞു തന്നാൽ അതിനനുസരിച്ച് ഇവിടുത്തെ ജനങ്ങൾ മുമ്പോട്ട് പോകും. തരിശിന് മുകൾ ഭാഗത്ത് കന്മതപ്പാറയിൽ പുഴ ഗതിമാറി തിട്ടുഭാഗത്തെ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. കൃഷിയിടത്തിലാകെ മണലും പാറയും നികന്ന് കൃഷിയോഗ്യമല്ലാതെയായി. വാഴ, തെങ്ങ്, കമുക് ഉൾപ്പെടെയുള്ള വിളകൾ തിട്ടുഭാഗത്തും തരിശിലും നശിച്ചു. പൊറ്റയിൽ റഷീദ്, വറോഡൻ റഷീദ്, KP മാനിപ്പ എന്നിവരുടെ 1800 വാഴകളിൽ ഭൂരിഭാഗവും നശിച്ചു. ഓണത്തിന് വെട്ടാൻ ഭാഗമായിരുന്ന 300-ലേറെ വാഴകൾ ഒലിച്ചുപോയി. വാഴത്തോട്ടം പാറയും മണലും വന്നു മൂടിയതിനാൽ 1000-ലേറെ വാഴകൾ നശിക്കുന്ന സ്ഥിതിയാണ്. 3 ലക്ഷത്തോളം രൂപ വായ്പ എടുത്താണ് മൂവരും വാഴകൃഷി ചെയ്തതെന്ന് കർഷകർ പറഞ്ഞു. 100-300 വാഴയോളം ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട്. ഒരു മാസം കൂടി നിന്ന് വെട്ടാൻ പറ്റിയ വാഴകളാണ്. ഇപ്പോൾ വിലയൊക്കെ ഒന്ന് ആയി വന്നതായിരുന്നു. സ്വർണ്ണപ്പണയം വെച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നത്. കുറേ നഷ്ടത്തിലാണ് ഇപ്പോൾ. മൊത്തം ഒരു 1800 വാഴ ഉണ്ട്. സംശയരോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി.
മലപ്പുറത്ത് വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപികമാരെ അന്യായമായി പിരിച്ചുവിടുന്ന പ്രശ്നം കമ്മീഷന് മുന്നിൽ പരാതിയായി വന്നു. കാരണം കാണിക്കാതെ അധ്യാപികമാരെ പിരിച്ചുവിടുന്നത് ഗൗരവകരമാണെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം സംശയിക്കുന്ന സംശയരോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയം ഉന്നയിച്ച് വനിതാ കമ്മീഷന്റെ സഹായത്തോടെ DNA ടെസ്റ്റ് നടത്തി പിതൃത്വം തെളിയിച്ചിട്ടും ഭർത്താവ് സംരക്ഷണം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതി പരാമർശിച്ചുകൊണ്ടാണ് കമ്മീഷൻ ഈ ആശങ്ക പങ്കുവച്ചത്. അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബാന്തരീക്ഷം തകർക്കപ്പെടുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഈ പരാതികളിൽ വ്യക്തമാവുന്നത്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബാന്തരീക്ഷം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികളുടെ ദുരവസ്ഥയാണ്, കുട്ടികളുടെ ജീവിതം, കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം വളരെയേറെ തകരാറിലായി പോകുന്ന സാഹചര്യം ദൃശ്യമാണ്. ഇന്ന് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള ഒരു പരാതിയിൽ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയെ വീട്ടിൽ നിന്ന് അവർ കൂടി ലോണെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ നിന്ന് ഭർത്താവ് മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ട് അടിച്ച് അവരെയും 2 മക്കളെയും പുറത്താക്കിയതിൻ്റെ ഭാഗമായി അനാഥാലയത്തിൽ യത്തീംഖാനയിൽ അഭയം തേടേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. യത്തീംഖാനയിലാണ് അവരുടെ 2 കുട്ടികളെയും കൊണ്ട് അവരിന്ന് കഴിയുന്നത്. അവർക്ക് ജില്ലാ വനിതാ ശിശു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസറുടെ സഹായത്തോടുകൂടി ആ വീട്ടിൽ അവർ കൂടി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കൊടുക്കണം എന്ന നിർദ്ദേശം കമ്മീഷൻ നൽകിയിട്ടുണ്ട്. സംശയത്തിൻ്റെ ഭാഗമായിട്ട് ഭാര്യയെ നിരന്തരം പീഡിപ്പിക്കുന്ന പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്യപാനവും അതോടൊപ്പം ഈ സംശയരോഗവും കൂടുന്ന സമയത്ത് വലിയ രൂപത്തിൽ പീഡനങ്ങൾക്കിരയാകേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് കമ്മീഷന്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും ഗാർഹികാന്തരീക്ഷം അത്യന്തം സങ്കീർണമാക്കുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു. കുടുംബാന്തരീക്ഷത്തിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കമ്മീഷൻ കൗൺസിലിംഗിന് സൗകര്യമൊരുക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവ് പുറത്താക്കിയതിനെ തുടർന്ന് യത്തീംഖാനയിൽ അഭയം തേടിയ യുവതിക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായി വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വനിതാ ശിശു സംരക്ഷണ ഓഫീസർക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഭാര്യയും ഭർത്താവും ചേർന്ന് വായ്പ എടുത്ത് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് ഭർത്താവ് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഇറക്കിവിട്ടത്. സ്വന്തം വീട്ടിൽ താമസിക്കാൻ അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അതിന് പൂർണ്ണമായ സംരക്ഷണം നൽകുമെന്നും വനിതാ കമ്മീഷൻ പറഞ്ഞു. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റികളില്ലാത്ത തൊഴിൽ സ്ഥാപനങ്ങൾ ജില്ലയിൽ ഇപ്പോഴും ഉണ്ടെന്നത് ഗൗരവത്തോടെ കാണുന്നുവെന്ന് കമ്മീഷൻ പറഞ്ഞു. ഉള്ള പല സ്ഥാപനങ്ങളിലും സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപികമാരെ അന്യായമായി പിരിച്ചുവിടുന്ന സാഹചര്യം കമ്മീഷന് മുന്നിൽ പരാതിയായി വന്നു. കാരണം കാണിക്കാതെ അധ്യാപികമാരെ പിരിച്ചുവിടുന്നത് ഗൗരവകരമായ പ്രശ്നമാണ്. ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കർശനമായ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു. വിവാഹാലോചനയുടെ ഏത് ഘട്ടത്തിലും പെൺകുട്ടികൾക്ക് പിന്മാറാനുള്ള അവകാശമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പ്രണയമാണെങ്കിലും അതേ അവകാശമുണ്ട്. കോട്ടക്കലിൽ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിയുടെ വീടിനു നേരെ യുവാവ് വെടിയുതിർത്ത സംഭവം പരാമർശിച്ചുകൊണ്ട് കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ 42 പരാതികളാണ് കമ്മീഷന് മുന്നിൽ വന്നത്. 11 പരാതികൾ തീർപ്പാക്കി. 8 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടുകയും 23 അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റുകയും ചെയ്തു. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് മഹിളാമണി, അഡ്വക്കേറ്റ് കുഞ്ഞായിഷ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. പട്ടാമ്പി ടൗണിലെ ഉൾപ്പെടെ പാലക്കാട് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ധർണ നടത്തി. വലിയ ദുരിതമാണ് റോഡ് തകർച്ച മൂലം അനുഭവിക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ചത്. റോഡ് തകർച്ച മൂലം ടൗണിൽ വലിയ ഗതാഗത കുരുക്കാണ് നേരിടുന്നതെന്നും അടിയന്തിരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം.
മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു കുടുംബിനി ധർണ ഉദ്ഘാടനം ചെയ്തു. റോഡുകളുടെ ശോചനീയാവസ്ഥ മാസങ്ങളായി വളരെ മോശപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഈ അവസ്ഥക്ക് ഒരു മാറ്റം വരുന്നത് അധികാരികളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടികളും കാണുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് ഒരു പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇത് പട്ടാമ്പിയിലെ ആകെ നാട്ടുകാരുടെ വിഷയമാണ്. കച്ചവടക്കാരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ബുദ്ധിമുട്ടല്ല ഇത്. ഇവിടെ ഇപ്പോൾ ഏതാനും നിമിഷം മുന്നേ ഒരു ആംബുലൻസ് കടന്നുപോയി. പട്ടാമ്പിയുടെ രണ്ടറ്റത്താണ് 2 ഹോസ്പിറ്റലുകൾ ഉള്ളത്. ആ 2 ഹോസ്പിറ്റലും അതേപോലെ തന്നെ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ രോഗികളെ ആംബുലൻസ് വഴിയും അല്ലാതെയും കൊണ്ടുപോകുന്ന റോഡുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കും ഈ കുഴികളും മൂലം വലിയ കഷ്ടതകളാണ് റോഡ് ഗതാഗതത്തിനായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരമാന്ദ്യം ഏറ്റവും രൂക്ഷമായ ഈ സന്ദർഭത്തിൽ പട്ടാമ്പി പരിസരത്തിലേക്ക് ഇറങ്ങുന്ന ഉപഭോക്താക്കളൊക്കെ തന്നെ പട്ടാമ്പിയിലെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഉണ്ടാകുന്ന റോഡ് ബ്ലോക്ക് അത് കാരണം പട്ടാമ്പിയിലേക്ക് തന്നെ വരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. യൂണിറ്റ് മുൻ പ്രസിഡന്റ് സിദ്ദീഖ് പത്രാസ് അധ്യക്ഷനായി. സലീം റോയൽ, ഷെരീഫ് അറക്കൽ, മുജീബ് CPM, ഹനീഫ, മണികണ്ഠൻ മേനോൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ്, ജനറൽ സെക്രട്ടറി ഖാദർ, സന്തോഷ്, അബുലൈസ് എന്നിവർ പങ്കെടുത്തു. അതേസമയം നില ആശുപത്രി മുതൽ IPT വരെയുള്ള റോഡിന്റെ നിർമ്മാണം PWD KRFBക്ക് കൈമാറിയതുകൊണ്ടാണ് പ്രവൃത്തികൾക്ക് കാലതാമസം വരുന്നതെന്നും താൽക്കാലികമായി കുഴിയടച്ചാൽ കനത്ത മഴയിൽ വീണ്ടും കുഴികൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് കുഴികളുള്ള ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് KRFB അറിയിച്ചതായും പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. പട്ടാമ്പി നിള IPT റോഡ് വർക്കിന്റെ പണി PWD നിലവിൽ KRFBക്ക് കൈമാറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുഴികൾ അടയ്ക്കുന്നതിന് PWDക്കോ നഗരസഭയ്ക്കോ സാധിക്കില്ല. നമ്മൾ KRFBക്ക് അത് അറിയിച്ചിട്ടുണ്ട്, 2 ദിവസം മുന്നേ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കനത്ത മഴയായത് കാരണം താൽക്കാലികമായി കുഴി അടച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒലിച്ചു പോവുകയുള്ളൂ. അത് കാരണം കൊണ്ട് അവർ ഇന്റർലോക്ക് സംവിധാനം ചെയ്യാന്നുള്ള പറഞ്ഞത് 2 ദിവസത്തിന്റെ ഉള്ളിൽ ഇന്റർലോക്ക് സംവിധാനം ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ അവരോട് കുറേ പ്രാവശ്യമായി നമ്മളത് പറയണു. കുറേ ദിവസങ്ങളായിട്ട് കുറച്ച് ഭാഗങ്ങൾ മുന്നേ അവർ ചെയ്തു. പക്ഷെ ഇപ്പോൾ കൽപ്പകയിലത്തെ കുഴി, അതേപോലെ തന്നെ നമ്മുടെ ഈ KHന്റെ ഭാഗത്തെ കുഴിയൊന്നും അവർ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവർ പറഞ്ഞതിപ്പോൾ ഇന്റർലോക്ക് ഇട്ടുകൊണ്ട് അവിടെ താൽക്കാലികമായി നമുക്ക് അടയ്ക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിള IPT വർക്ക് തുടങ്ങുന്ന മുറയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് ആ റോഡ് നല്ല പണിയാക്കി അത് പൂർത്തീകരിച്ച് തരും. മണ്ണാർക്കാട് കുന്തിപ്പുഴയ്ക്ക് കുറുകെ പോത്തോഴിയിൽ പാലം നിർമ്മിക്കണമെന്ന് NCP. ഈ ആവശ്യവുമായി പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയെയും കുമരംപുത്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് പോത്തോഴിയിൽ പാലം നിർമ്മിച്ചാൽ കോടതിപ്പടി ഭാഗത്തെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. കുമരംപുത്തൂർ പഞ്ചായത്തിലെ 4 വാർഡുകളിലുള്ളവർക്ക് പഞ്ചായത്തിലെത്താനും ഇതുവഴി എളുപ്പമാകും. പോത്തോഴി ക്ഷേത്രത്തിലേക്ക് കുമരംപുത്തൂർ ഭാഗത്തു നിന്നും വരുന്നവർക്കും പാലം ഏറെ സഹായകമാകും. കണ്ണംകുണ്ട് പാല നിർമ്മാണവും വേഗത്തിലാക്കണമെന്ന ആവശ്യവും മന്ത്രിയെ ധരിപ്പിക്കും. ഈ ആളുകൾ ഇത്രത്തോളം ഈ മണ്ണാർക്കാട് പേര് കഷ്ടപ്പെടുക, ആ കുന്തിപ്പുഴ നൊട്ടമണ്ണം മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയ വല്ലാത്തൊരു വ്യൂവേഴ്സും ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഇത്രയും ഭംഗിയുള്ള ടൗണില്ല. ആ ടൗണിലാണ് ആളുകൾ ഭംഗി കണ്ടിട്ട് ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ ടൗണിൽ പോലീസിൻ്റെ തിരക്കും വണ്ടിയുടെ തിരക്കും. എന്നിട്ട് മുനിസിപ്പാലിറ്റിയുടെ കുറേ പരിഷ്കരണങ്ങളും, ഈ പരിഷ്കരണമൊക്കെ പൊട്ട പരിഷ്കരണം, ഇതൊക്കെ നടത്തണം എന്ന് കരുതിയിട്ട് ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രപ്പോസലുമായിട്ട് NCP ഞങ്ങൾ ഹരിതരലി ബാദശി ഉനൈസ് അടക്കം ഞങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ട് മന്ത്രിനെ കൃത്യമായിട്ട് കാണും, ആ ഫീസ് അടക്കം. അതുപോലെ ഈ പോക്കിൽ പറയേണ്ട വേറൊരു കാര്യമാണ് കണ്ണംകുണ്ട് പാലം. കണ്ണംകുണ്ട് പാലത്തിൻ്റെ സ്ഥിതി ഈ പറയുന്ന അതേപോലെ ഇവിടെ ട്രാഫിക്കാണ് നമ്മൾ പറയുന്നെങ്കിൽ അവിടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരു പാലം ഉണ്ടാക്കിയിട്ട് പാലം മഴ പെയ്ത വെള്ളത്തിലോട്ട് പോകും. ആ പാലം ഉയർത്തി അവിടെ കൃത്യമായിട്ടൊരു പാലം വേണമെന്നും അതിനെക്കുറിച്ചും ഞങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഈ മന്ത്രിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇത് നടക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. NCP ബ്ലോക്ക് പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത്, ഹൈദരാലി, ഉനൈസ്, ബാദുഷ, ഷാജഹാൻ,
ഉമ്മരൻ, അഫീസ് പൊന്നേത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. മണ്ണാർക്കാട് തെങ്കര മണലടി ഉള്ളാട്ടിൽ അഷിഖിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തിരുന്നു. ഇൻസ്പെക്ടർ ബൈജു ഇആറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ആഷിഖിനെ റിമാൻഡ് ചെയ്തു. കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. റഫീഖ. ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പെരിന്തൽമണ്ണയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വർദ്ധിച്ചുവരുന്ന ലഹരി കടത്തു സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശിക്ഷാ നടപടികൾ ശക്തമാക്കണമെന്ന് സെമിനാർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ അറിഞ്ഞും അറിയാതെയും ലഹരിയുടെ പിടിയിൽ അമരുന്നത് വലിയ ഭവിഷ്യത്തായി മാറിയിരിക്കുകയാണെന്നും കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. റഫീഖ പറഞ്ഞു. ക്യാമ്പസുകളിലായിരുന്നാലും അല്ലാതെയും ഒക്കെ നമ്മൾ ദൃശ്യപത്ര മാധ്യമങ്ങളിലൂടെ നമ്മൾ ദിനേനെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും അല്ലെങ്കിൽ പല രീതിയിൽ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ദുരന്തത്തിലേക്ക് വന്നെത്തുന്ന ഒട്ടനേകം ആളുകളെക്കുറിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ചൊക്കെ നമ്മൾ കാണും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. പല സിനിമകളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് ഇന്നതൊക്കെ ആകുമെന്ന് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് അതൊക്കെ അറിഞ്ഞാൽ പോലും നമ്മൾ അറിയാതെ ഇതിലേക്കൊക്കെ വഴുതി പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് തീരദേശ മേഖലയുണ്ട്, മലയോര മേഖലയൊക്കെ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളുണ്ട് എന്ന വാർത്ത ഞെട്ടലോടെയാണ് ഞങ്ങളൊക്കെ കേൾക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തീരദേശ മേഖലയിലെ സ്കൂളിൽ പോലും പോകാത്ത കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തലുകൾ. കാരണം എന്താ വെച്ചാൽ ചെറിയ മിഠായി രൂപത്തിലോ ഏതെങ്കിലും ഒരു രൂപത്തിൽ അവരതിന് അടിമപ്പെട്ടു പോകുന്നുണ്ട് എന്ന് കണക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ വരുമ്പോൾ ആ വാർത്തകളൊക്കെ വരും നമ്മളൊക്കെ ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഹരി മുക്ത ക്യാമ്പസ് പരിപാടിയുടെ ഉദ്ഘാടനമാണ് പെരിന്തൽമണ്ണയിൽ നടന്നത്. മൗലാന ഫാർമസി കോളേജിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ.കെ. കുഞ്ഞിക്കോമു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുമോൻ തവനൂർ, ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ. അബ്ദുള്ളക്കോയ തങ്ങൾ, സെക്രട്ടറി പി. ചന്ദ്രശേഖരൻ, മൗലാന കോളേജ് ഓഫ് ഫാർമസി വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ നസീഫ് പി. എം. ബി. ഫസൽ മുഹമ്മദ്, പച്ചിരി ഫാറൂഖ്, യൂനസ് കിഴക്കേതിൽ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ അക്കാദമി ഓഫ് എക്സൈസ് ആൻഡ് നാർക്കോട്ടിക്സ് മുൻ ഡയറക്ടർ ജനറലും ലഹരിവിരുദ്ധ പ്രചാരണത്തിൽ പ്രസിദ്ധനുമായ ഡോക്ടർ ജി. ശ്രീകുമാർ മേനോൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. Trafficking estimated at about $500 billion per year, and not a penny is paid as tax. Drug trafficking constitutes about 8% of the world's trade. It is too big and too lucrative, rivaling arms and oil. So arms industry is the biggest industry, next is oil, after that it is drugs. Heroin is not traded in the stock markets, but it's the most precious commodity in the world. Drugs, sometimes MDMA, sometimes ganja. So people are confused, what is drugs? 2 types, narcotic drugs and psychotropic substances. So narcotic drugs are natural plants that you see. Psychotropic substances are synthetic, those that are manufactured in the laboratory. വർദ്ധിച്ചുവരുന്ന ലഹരിക്കടത്ത് സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശിക്ഷാ നടപടി ശക്തമാക്കണമെന്ന് ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സെമിനാർ ആവശ്യപ്പെട്ടു. നിലവിലെ ശിക്ഷയിൽ പല പഴുതുകളും അപര്യാപ്തതകളും ഉള്ളതിനാലാണ് കോടികളുടെ ലഹരി വസ്തുക്കൾ ഒഴുകുന്നത്. വിദ്യാലയ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപനം തടയണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ലഹരിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഹരിമുക്ത ക്യാമ്പസ് പദ്ധതിയിൽ 100 ദിന കർമ്മ പരിപാടികൾക്ക് സംഘടന രൂപം നൽകിയിട്ടുണ്ട്. ഇടവേള. മറ്റു വാർത്തകൾ. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കടവൻകാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് 9-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്.
പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. മഴക്കാലമായതോടെ വലിയ യാത്രാ ദുരിതമാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് കടവൻകാട് റോഡിൽ. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് വർഷങ്ങളായി പരാതി ഉന്നയിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരണസമിതിയോ മറ്റ് അധികൃതരോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ദിനംപ്രതി വിദ്യാർത്ഥികളടക്കം നിരവധി പേർ യാത്രയ്ക്ക് ആശ്രയിക്കുന്ന ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മഴ തുടങ്ങിയതോടെ ചെളി നിറഞ്ഞ് പാടം കണക്കെയാണ് ഇപ്പോൾ റോഡിന്റെ അവസ്ഥ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ റോഡിന്റെ പുനർനിർമ്മാണത്തിന് ഭരണസമിതി 1 രൂപ പോലും നീക്കിവെച്ചിട്ടില്ല എന്ന് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജംഷീദ് കടവങ്കാട്ടിൽ ആരോപിച്ചു. കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ 9-ാം വാർഡ് ഈ കടവങ്കാട് റോഡ് ഒരുപാട് കാലങ്ങളായിട്ടുള്ള പഴയ റോഡാണ്. അത് ശോചനീയാവസ്ഥയായിട്ട് ഒരുപാട് പരാതിപ്പെട്ടെങ്കിലും മെമ്പറിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ നിന്നോ ഒരു വിധത്തിലുള്ള സഹകരണം ഉണ്ടായിട്ടില്ല. അതിന് പ്രതിഷേധിച്ചാണ് ഈ പരിസരവാസികൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 10-20-30 വർഷമായിട്ട് ഉള്ള റോഡാണ്. ഒരു വീതി കാര്യങ്ങളോ ഒന്നും ഒരു തടസ്സമില്ലാത്തൊരു റോഡാണ്. പക്ഷേ ഇതുവരെ അതിലേക്ക് ഒരു ഫണ്ടോ ഒന്നും വെച്ചിട്ടില്ല. ഇതിൻ്റെ കുറേ അപ്പുറത്ത് ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ട്. അത് താഴത്തേക്ക് പോകാനാണെങ്കിൽ അവിടെ ഒരു പാലുമില്ല. അതായത് അത് കനാൽ റോഡാണ്. അതിലേക്ക് ഒരു മുട്ടിക്കാനുള്ളൊരു പാലം ഇതുവരെ വെച്ചിട്ടില്ല. ഇതിങ്ങനെ പോയിട്ട് ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന വഴിയാണ്. തൃപ്പലമണ്ട ഭാഗത്തു നിന്നൊക്കെ ഈ ഇവിടെ ഉമ്മനഴി സ്കൂളിലേക്ക് വരുന്ന ഒരു റോഡാണത്, പ്രധാന റോഡാണ്. അതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലമായിട്ടും ഇതിലേക്ക് ഒരു ഫണ്ട് ഒരു വെച്ചിട്ടില്ല. പുലാപ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ഉമ്മനഴിയിലേക്ക് പോകുന്ന മദ്രസ വിദ്യാർത്ഥികളും ഇരുചക്ര വാഹന യാത്രക്കാരും റോഡിൽ വീഴുന്നത് പതിവ് കാഴ്ചയാണെന്നും പ്രായമായവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും KMCC ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം പറഞ്ഞു. താമസക്കാർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വയസ്സായ ഒരുപാട് ആളുകൾ എല്ലാം താമസിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ടും വളരെ ബുദ്ധിമുട്ടാണ്. മദ്രസ കുട്ടികൾ, എല്ലാ കുട്ടികളും രാവിലെ ഇവിടെ വീഴുന്ന അവസ്ഥകൾ പോലെ ഉണ്ടായിട്ട് സ്കൂൾ കുട്ടികൾ, മദ്രസ കുട്ടികൾ, ഇത്രയും ദുരിതമായിട്ടുള്ളൊരു സ്ഥലം ഈ പഞ്ചായത്തിൽ ഈ 9-ാം വാർഡിൽ ഈ കടവങ്കാട് ഉമ്മനഴി ജംഗ്ഷൻ എന്നുള്ള റോഡ് മാത്രമേ ഉള്ളൂ. ഹൈസ്കൂളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഹൈസ്കൂളിൻ്റെ താഴത്ത് ഇങ്ങനെ ഒരു ടൗൺ ഭാഗത്ത് ഇത്രയും മോശമായിട്ടുള്ള ഒരു റോഡ് ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ടോയെന്ന് സംശയമാണ്. അത്രയ്ക്കും ബുദ്ധിമുട്ടും ദുരിതാവസ്ഥയാണ്. ഒരുപാട് പ്രാവശ്യം വാർഡ് മെമ്പറിനോട് സമീപിച്ചിട്ടും ഇങ്ങനെ ഒരു റോഡ് ഇതിനുള്ള പരിഹാരം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയും വളരെ ദുരിതാവസ്ഥയിൽ ഉള്ള റോഡാണ്. കാരണം വെള്ളം പോയിക്കൊണ്ടും ചാല് ഒഴുക്കലും പഴുക്കലും എല്ലാം ആയിട്ട് ഒരുപാട് ദുരിതം അനുഭവിച്ച ആൾക്കാരുണ്ട് ഈ വഴിക്കിലൂടെ. വാർഡ് മെമ്പർ ഈ ഭാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കണ പോലുമില്ല. അത്രയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തങ്ങുമായിരിക്കും ഈ പരിസരവാസികൾക്ക് ഏറ്റവും നല്ലത്. അത്രയും മോശപ്പെട്ടൊരു ഭാഗമായിട്ട് ഈ ഉമ്മനഴി പ്രദേശത്തിൽ ഈ കടവങ്കാട് റോഡ് മാറിയിരിക്കുന്നു. പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണണമെന്നും അല്ലാത്ത പക്ഷം ജനങ്ങളെ അണിനിരത്തി സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വി മുത്തലി, വി മുസ്തഫ, സാജൻ കൊച്ചേരി, രവീന്ദ്രൻ, ഗിരിജയെ, ജ്യോതിപ്രകാശ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. സേലം സ്വദേശി രാജയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തി തുറന്നാണ് സ്വർണവും പണവും കവർന്നത്. 8 പവൻ സ്വർണ്ണാഭരണങ്ങളും 2500 രൂപയുമാണ് മോഷണം പോയത്. സേലം ചാത്തപ്പടി ആത്തൂർമഠം സ്വദേശി 48-കാരനായ രാജയുടെ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയത്. വീടിനുള്ളിൽ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് കവർന്നത്. സമീപത്തെ വീട്ടിൽ മോഷണശ്രമവും നടന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്തുള്ള വീട്ടിലാണ് രാജയും കുടുംബവും താമസിക്കുന്നത്. തൊട്ടടുത്തായി വേറെയും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. സമീപത്തെ വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി ചുമർ ചാടിക്കടന്ന് തന്റെ വീട്ടിൽ മോഷണം നടത്തുകയായിരുന്നുവെന്നാണ് രാജയുടെ പരാതിയിൽ പറയുന്നത്. കാർബോർഡ് പെട്ടിക്കകത്ത് വച്ചിരുന്ന കുഞ്ഞു പേഴ്സിലുണ്ടായിരുന്ന ഭാര്യയുടെ 3 മാല, കൈ ചെയിൻ, മുക്കുറ്റി എന്നിങ്ങനെ 8 പവൻ സ്വർണ്ണമാണ് കവർന്നത്. രാജയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച ആദിവാസി ബാലിക മരിച്ചു. വടക്കോട്ടത്തറ ഊരിൽ വെള്ളങ്കിരിയുടെയും കാളിയമ്മയുടെയും മകൾ അമൃതലക്ഷ്മിയാണ് മരിച്ചത്. 10 വയസ്സായത്. ചൊവ്വാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ കുട്ടിയെ രാവിലെ അനക്കമറ്റ നിലയിൽ കാണുകയായിരുന്നു. ഉടൻ തന്നെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അഗളി ഗവൺമെന്റ് LP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമൃതലക്ഷ്മി. സുമനസുകളുടെ സഹായത്താൽ ചെർപ്പശ്ശേരി ഉണർവിലെ കുട്ടികൾക്ക് യൂണിഫോമും പഠനോപകരണങ്ങളും എത്തി. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സൗജന്യ യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്തു.
ചെർപ്പുളശ്ശേരി ഉണർവ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ഉണർവ് ഡേ കെയറിലെ കുട്ടികൾക്കാണ് സൗജന്യ യൂണിഫോമും പഠനക്കിറ്റും വിതരണം ചെയ്തത്. ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക്, മലബാർ പോളിടെക്നിക് ക്യാമ്പസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും വിവിധ വ്യക്തികളുടെയും സഹകരണത്തോടെയാണ് ഉണർവിലെ 40ഓളം കുട്ടികൾക്ക് 2 ജോഡി സൗജന്യ യൂണിഫോമും സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും അടങ്ങിയ കിറ്റും വിതരണം ചെയ്തത്. നഗരസഭാ ചെയർമാൻ പി. രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരസഭയിലെ സമീപ പ്രദേശത്തുള്ള ഇവിടെ വരുന്ന ആളുകൾ പരമാവധി അവരുടെ കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും അത് സൗജന്യമായി ഇത്തരത്തിലുള്ള സ്ഥാപനന്മാരെ ഉണ്ടാക്കാൻ നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രം തൊട്ട സ്ഥാപനങ്ങൾക്ക് തന്നെ വലിയ ഫീസിൽ നടത്തുന്ന പരിപാടികൾ ഇവിടെ ഒരു ഫീസും വാങ്ങാതെ നടത്താൻ കഴിയുന്നത് തന്നെ ഈ സ്ഥാപനത്തിനോട് ആളുകൾ കാണിക്കുന്ന സപ്പോർട്ടാണ്. അതെ, അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കരുമാനംകുറിശി സ്വദേശി സർവശ്രീയുടെ ചികിത്സയ്ക്കായി ഉണർവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ധനസഹായവും ചടങ്ങിൽ കൈമാറി. വാർഡ് കൗൺസിലർ ടി. കെ. അബ്ദുസലാം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഉണർവ് മാനേജിംഗ് ഡയറക്ടർ സ്വയംപ്രഭ, കൗൺസിലർമാരായ കെ. ടി. പ്രമീള, നൌഷാദ്, CCST കോളേജ് ഡയറക്ടർ സേതുമാധവൻ, പ്രകാശ് കർമ്മപ്പള്ളി തുടങ്ങിയവരും മറ്റു സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിമ്പുഴയിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. കരിമ്പുഴ കോട്ടപ്പുറത്ത് നടന്ന ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1 വില്ലേജ് പൂർണ്ണമായും അതോടൊപ്പം തന്നെ 2 വില്ലേജിലെ 3 വാർഡുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു നീർത്തട പദ്ധതി ആയതുകൊണ്ട് തന്നെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം കോട്ടപ്പാടം കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ ഭാഗവും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ തീർത്തട പദ്ധതി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് കൂടുതൽ ഭാഗം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലായതുകൊണ്ടാണ് നിർവഹണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലായത്. നമ്മൾ 3 വർഷമായിട്ട് കുറേ പ്രവർത്തനങ്ങൾ ഈ PMKS പദ്ധതി മുഖേന നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെയാണ് നമ്മൾ പുലിക്കലിയാട് അയ്യപ്പൻകാവ് കുളം 45 ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ കുറേ തോടിന് തടയണകൾ, പിന്നെ തോട് സൈഡ് കെട്ടൽ, എല്ലാം മണ്ണ് ജല സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടപ്പാക്കുന്ന നീർത്തട വികസന പദ്ധതിയായ PMKSY പദ്ധതിയിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വില്ലേജിലെ ഗുണഭോക്താക്കൾക്കാണ് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഷീജ അധ്യക്ഷയായി. ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സന്തോഷ് കുമാർ KV പദ്ധതി വിശദീകരണം നടത്തി. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രഞ്ജിത്ത്, ബ്ലോക്ക് മെമ്പർ ഷീബ പാട്ടത്തൊടി, വാർഡ് മെമ്പർ EP ബഷീർ, എക്സ്റ്റൻഷൻ ഓഫീസർ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഏകദേശം 6 ലക്ഷം രൂപയുടെ തൈകളാണ് വിതരണത്തിന് എത്തിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ തൈകളാണ് വിതരണം ചെയ്യുന്നത്. 2024-2025 വർഷത്തെ ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി സുനിൽ അമ്മത്തിനെയും സെക്രട്ടറിയായി K. സതീഷ് നായരെയും ട്രഷററായി MGK മേനോനെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്ഥാനാരോഹണം ജൂൺ 30 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച റോട്ടറി ക്ലബിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണമാണ് ജൂൺ 30 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് കണ്ണിയമ്പുറത്തെ റോട്ടറി ഹാളിൽ വെച്ച് നടക്കുന്നത്. റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റായി റോട്ടേറിയൻ സുനിൽ അമ്മാത്തും സെക്രട്ടറിയായി റോട്ടേറിയൻ K. സതീഷ് നായരും ട്രഷററായി റോട്ടേറിയൻ MGK മേനോനും സ്ഥാനമേൽക്കും. കൂടാതെ വൈസ് പ്രസിഡന്റായി റോട്ടേറിയൻ CP ബൈജു, ജോയിന്റ് സെക്രട്ടറിയായി K. രാജമോഹനും സ്ഥാനമേൽക്കും. ബ്ലോസം എന്ന തീമിൽ ഊന്നിയാണ് ഈ വർഷം റോട്ടറി ക്ലബ്ബ് പ്രവർത്തിക്കുക എന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക, കുട്ടികൾക്കുള്ള പഠന സഹായം, മാലിന്യ നിർമ്മാർജ്ജനം, പ്രത്യേക പരിഗണന വേണ്ട കുട്ടികൾക്കുള്ള സഹായം, സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കൽ, വയോജന സംരക്ഷണം, മെഡിക്കൽ ക്യാമ്പുകൾ, പൊതുജന വായനശാലകൾക്കുള്ള സഹായം, ജൈവ കൃഷി മാതൃ സംരക്ഷണം,
ശിശു സംരക്ഷണം, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, നേത്ര സംരക്ഷണം എന്നിവയിൽ ഊന്നിയായിരിക്കും റോട്ടറി ക്ലബ്ബ് പ്രവർത്തിക്കുക എന്ന് നിയുക്ത പ്രസിഡന്റ് സുനിൽ അമ്മാത്ത് പറഞ്ഞു. പുതിയ റോട്ടറി വർഷം ജൂലൈ മുതൽ ജൂൺ വരെയുള്ള 24-25 വർഷത്തിൽ പുതിയ ടീം ചാർജ് ചെയ്തിട്ടാണ്. ഞാനാണ് പ്രസിഡന്റ്, 40ാമത്തെ പ്രസിഡന്റാണ്. ഇത് സതീഷ് നായർ, എൻ്റെ പേര് സുനിൽ അമ്മാത്ത്, സതീഷ് നായർ ഇവരാണ് സെക്രട്ടറി. ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ടീം എന്ന് പറഞ്ഞാൽ ബ്ലോസം എന്ന ടീമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റോട്ടറി പ്രവർത്തിക്കുന്നത്. അതിൽ ബേസിക് ബി എന്ന് പറഞ്ഞാൽ ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസം, രക്തദാനം, ബ്ലഡ് ഡൊണേഷൻ. പിന്നെ എൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഇക്കണോമി, പിന്നെ ലീഗൽ അസിസ്റ്റൻസ്, പിന്നെ ലൈബ്രറി അങ്ങനെയുള്ള സഹായങ്ങൾ. പിന്നെ ഓ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ളത്. പിന്നെ അവയവദാനം, പിന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. എസ് എന്നുള്ളതുകൊണ്ട് ഷെൽട്ടർ, കുട്ടികൾക്കുള്ള ഷെൽട്ടർ, മറ്റേ ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സോളാർ പവർ, സൗരോർജ്ജത്തിൽ ബേസ് ചെയ്തിട്ട്, പിന്നെ സാനിറ്റേഷൻ, പിന്നെ ബ്ലോസമിൻ്റെ രണ്ടാമത്തെ എസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്ലാസ് റൂംസ്, സ്പോർട്സ് പ്രൊമോഷൻ, സ്റ്റുഡൻറ് സ്കോളർഷിപ്പ്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ കെയർ, മറ്റേ നേത്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. പിന്നെ എം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം, മിയാവാക്കി ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാം. പിന്നെ സ്ത്രീകൾക്കുള്ള സപ്പോർട്ട്. എൻ്റെ വേസ്റ്റ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന പേരിൽ ശാസ്ത്രീയമായിട്ട് പിന്നെ വേസ്റ്റ് സംസ്കരിക്കാനുള്ള ഇതിനുള്ള സപ്പോർട്ട്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ജൂലൈ 1 കോയമ്പത്തൂർ വെച്ച് ഡിസ്ട്രിക്ട് ഗവർണറായി റോട്ടേറിയൻ സുന്ദരവടിവേലു സ്ഥാനമേൽക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി കെ സതീഷ് നായർ, വൈസ് പ്രസിഡന്റ് CP ബൈജു, ജോയിന്റ് സെക്രട്ടറി കെ രാജമോഹൻ, TRF ചെയർമാൻ R മധുസൂദനൻ തുടങ്ങിയവരും പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ലസ്റ്റർ തല പരിശീലനങ്ങൾക്ക് മുന്നോടിയായുള്ള ജില്ലാതല അധ്യാപക പരിശീലനങ്ങൾക്ക് തുടക്കമായി. ചെർപ്പുളശ്ശേരി BRC ഹാളിൽ നടന്ന പരിശീലനം DPO PS ഷാജി ഉദ്ഘാടനം ചെയ്തു. ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ചുകൊണ്ട് സെഷൻ നെക്സ്റ്റ് ഈ രീതിയിലല്ല പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒന്നാമത്തെ ക്ലസ്റ്റർ ഒരു നീഡ് അനാലിസിസിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടുവരേണ്ട പരിശീലനമാണ്, അല്ലേ? അവധിക്കാല അധ്യാപക പരിശീലനത്തിന് ശേഷം 5 ദിവസത്തെ അവധിക്കാല അധ്യാപക പരിശീലനത്തിന് ശേഷം ഒന്നാമത്തെ ഒരു മാസം BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ എബിൻ ബേബി അധ്യക്ഷനായി. ജൂൺ 29-നാണ് LP, UP, HS വിഭാഗം അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നത്. ചെർപ്പുളശ്ശേരി BRC, GUPS കടമ്പഴിപ്പുറം, HS ശ്രീകൃഷ്ണപുരം, GVHSS ചെർപ്പുളശ്ശേരി എന്നിവിടങ്ങളിലാണ് പരിശീലനങ്ങൾ സംഘടിപ്പിച്ചത്. SRG അംഗങ്ങളായ P ജംഷീന, GN ഹരിദാസ് എന്നിവർ സംസാരിച്ചു. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം KTM MES സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വായനാവാരത്തിൻ്റെ സമാപനവും സാഹിത്യകാരൻ അരിയൂർ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വി ഭവിത അധ്യക്ഷയായി. സി ബാബുരാജ്, KV റംല, P രാധിക, KK സ്മിജിത തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കണ്ണട കാണാതായ അതിൻ്റെ ഒരു കിട്ടിയത് ഞാൻ ആ ഒരു കവിത നിങ്ങൾക്ക് ചൊല്ലാം. ഇതിന് നല്ലൊരു സന്ദേശമുണ്ട്. ഈ കണ്ണട കാണാതാവുകയും അത് തിരിച്ച് കിട്ടുകയും ചെയ്തപ്പോൾ ഇതിലൊരു സന്ദേശമുണ്ട്. ഞാനത് നിങ്ങൾക്ക് വളരെ ഭംഗിയിൽ ചൊല്ലിത്തരാം. ഇങ്ങനെയാണത്. മറ്റൊരു ഇടവേള കൂടി. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂൾ വട്ടമണ്ണപ്പുറത്തേക്ക് ലഹരി വിരുദ്ധ റാലിയും ടൗണിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ ഫ്ലാഗ് ഓൺ നിർവഹിച്ചു. മണ്ണാർക്കാട് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ബഷീർ കുട്ടി, വാർഡംഗം അലി മഠത്തൊടി, PTA പ്രസിഡന്റ് MP നൌഷാദ്, എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ K ഹംസ, KSHM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അബ്ദുൽ ഭാരി, പ്രധാനാധ്യാപിക KM ഷാഹിന സലീം, PTA വൈസ് പ്രസിഡന്റുമാരായ PP ഉമ്മർ, P മൂസ, K ആസിഫ്, ഫസൽ, M അയ്യൂബ്, SMC അംഗം നാസർ കാപ്പുങ്കൽ, സ്റ്റാഫ് കൺവീനർ C മുഹമ്മദ് അലി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റഹ്മത്ത് മഠത്തോടി തുടങ്ങിയവർ പങ്കെടുത്തു.
ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുമായി ശ്രദ്ധേയരാവുകയാണ് പെരിന്തൽമണ്ണ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ഏറ്റവും വലിയ ലഹരി ജീവിത വിജയമാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഇവർ പെരിന്തൽമണ്ണ നഗരത്തിൽ ഇറങ്ങിയത്. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി രംഗത്തെത്തിയത്. ബുധനാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണ മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. അടിമുടി ഒരു പുതിയ വിലാസം അടിമുറമെട്ട് തണിയണമെന്റെ ആഗ്രഹോല്ലാസം. எண்ணமே உன்னால உள்ள தன்னால கண்ணமே என் கண்ணால வந்து செவந்து புண்ணாக ஏதோ நானும் உன்னோட கொஞ்சம் காதல் வளர உள்ள வெக்கம் வளர உண்டா தேடியே தன்ன நேரம் நிற்குது லோகம் சுத்தது வார்த்தை கட்டுதமா நிஜ கூட்டி வச்சதவன் தொழிச்சிட்டமா ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇറുതി കേട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്നത പാട്ട് സ്നേഹം വന്നാൽ മധുരത്തേന് വിനായി പൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാൽ വേറാരും വേണ്ടി ഏറ്റവും വലിയ ലഹരി ജീവിത വിജയം ആണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. ലോകത്താകമാനം ലഹരി ഉപയോഗവും വിപണനവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യുവതലമുറയെ ലഹരിയിൽ നിന്നും ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങിയതെന്ന് പെരിന്തൽമണ്ണ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധികൃതർ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ന് മൂസക്കുട്ടി സ്റ്റാൻഡിൽ നടത്തിയ ഫ്ലാഷ് മോബിൻ്റെ ഒരു വിഷ്വൽസാണ് നിങ്ങൾ കണ്ടത്. അതായത് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് 25% ഓഫ് യൂത്ത് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ഈ യൂത്തിൽ നമ്മൾ ലാസ്റ്റ് ഒരു 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം യൂത്ത് ഡ്രഗ്സിന് അഡിക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇന്ന് എത്രത്തോളം നമ്മുടെ സമൂഹം പുറകിലേ വലിഞ്ഞിട്ടുണ്ട്. അതിനൊരു മെയിൻ കോസ് ഡ്രഗ്സ് മാത്രമാണ്. അതിനെതിരെയാണ് നമ്മൾ ഇവിടെ ഒരു ഫ്ലാഷ് മോബ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു അവയർനെസ് നമ്മളെല്ലാവരിലേക്ക് എത്തിക്കുകയാണ്. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്ത് യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉപകരിക്കുന്ന മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ ടെക്നോളജി റിലേറ്റഡ് കോഴ്സുകളാണ് പെരിന്തൽമണ്ണ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. മണ്ണാർക്കാട് കൊറ്റിയോട് തൻവീർ വുമൺ അക്കാദമിയുടെ കെട്ടിടം ഉദ്ഘാടനവും മഹദിയ കോഴ്സ് ആരംഭവും ജൂലൈ 1 11 മണിക്ക് നടത്തും. ചടങ്ങ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. +1 മുതൽ ഡിഗ്രി പഠനത്തോടൊപ്പം ദാറുൽ ഹുദയുടെ മഹദിയ കോഴ്സും കൂടി സമന്വയിപ്പിച്ചുള്ള കരിക്കുലമാണ് ഒരുക്കിയിട്ടുള്ളത്. SSLC കഴിഞ്ഞ് തുടർ പഠനത്തിന് അർഹത നേടിയ
പെൺകുട്ടികൾക്കാണ് പ്രവേശനം. വിശാലവും സുരക്ഷിതവുമായ ക്യാമ്പസും സ്മാർട്ട് ക്ലാസ് മുറികളും ഒരുക്കിയിട്ടുണ്ട്. അറബി, ഉറുദു ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനവും നൽകുമെന്ന് ചെയർമാൻ റഫീഖ് ഫൈസി, മഹൽ പ്രസിഡന്റ് സുലൈമാൻ ഹാജി എന്നിവർ പറഞ്ഞു. ഈ വരുന്ന 1/7/2024 തിങ്കളാഴ്ച 11 മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കാം. മണ്ണാർക്കാട് പ്രദേശത്തുകാർക്ക് ഏറ്റവും വലിയ സൗകര്യപ്രദമായ രീതിയിൽ ഹൈവേയോരത്ത് ചേർന്നാണ് നമ്മുടെ ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. സ്ഥാപനത്തിൽ +1 വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം കേരളത്തിലെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ അറിയപ്പെട്ട യൂണിവേഴ്സിറ്റി ദാറുൽ ഹുദ, ആ ദാറുൽ ഹുദയുടെ മഹദിയ കോഴ്സ് കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് പഠനം അവിടെ ആരംഭിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠനത്തിന് യോഗ്യത ലഭിച്ച പെൺകുട്ടികൾക്കാണ് അഡ്മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വിശാലമായിരിക്കുന്ന ക്യാമ്പസ്, അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം, കൗമാര വ്യക്തിത്വ വികസന നേതൃത്വ പരിശീലന ക്ലാസ്സുകൾ, പ്രീമാരിറ്റി ട്രെയിനിങ്, ഫാഷൻ ഡിസൈനിങ്, കമ്പ്യൂട്ടർ പരിശീലനം തുടങ്ങി ഒരു പെൺകുട്ടിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഭാവിയിൽ അവൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ജോലിയിലേക്ക് വരെ പ്രാപ്തയാക്കുന്ന രീതിയിലാണ്. കൺവീനർ അബ്ബാസ് കൊറ്റിയോട്, ട്രഷറർ അസൈനർ ഹാജി, ഷിഹാബ്, അസ്കർ തങ്ങൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. സൈലന്റ് വാലിയിൽ പെയ്ത കനത്ത മഴ. കുന്തിപ്പുഴ ഗതിമാറിയൊഴുകി മണ്ണാർക്കാട് കുമരമ്പത്തൂർ തരിശു ഭാഗത്ത് വെള്ളം കയറി. കന്മതപ്പാറയിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. ഇവിടെ പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതിൽ പ്രതിഷേധം. സംശയരോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. മലപ്പുറത്ത് വനിതാ കമ്മീഷൻ അദാലത്തിന് മുന്നിലെത്തിയത് അധ്യാപികമാരെ അന്യായമായി പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള പരാതികൾ. 11 പരാതികൾ തീർപ്പാക്കി. കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ. ലഹരിക്കടത്തു സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശിക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നും ആവശ്യം. ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിങ്ങിന്റെ സംസ്ഥാന ക്യാമ്പയിന് പെരിന്തൽമണ്ണയിൽ തുടക്കം. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച. വ്യാപാരികൾ പ്രതിഷേധ ധർണ നടത്തി. ടൗണിൽ നേരിടുന്നത് വലിയ ദുരിതമെന്ന് വ്യാപാരികൾ. നവീകരണം നടക്കുന്നതിനാൽ കുടിയടക്കേണ്ടത് KRFB എന്ന് നഗരസഭ. കുന്തിപ്പുഴയ്ക്ക് കുറുകെ പോത്തോഴിയിൽ പാലം വേണമെന്ന ആവശ്യവുമായി NCP. ഇത് മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുമെന്നും ആവശ്യവുമായി പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കുമെന്നും നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.